ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കെന്നഡി സ്പേസ് സെൻറ്ററിലേക്കാണ്, നാസയുടെ. അത് അടിപൊളിയാണിരിക്കും. അപ്പോൾ രാവിലെ തന്നെ 7:30 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 8 മണിക്കാണ് പിക്കപ്പിൻ്റെ ഒരു പ്രത്യേകിച്ച് പോയിന്റ് പറഞ്ഞിട്ട് നമ്മൾ ഐക്കൺ പാർക്കിൻ്റെ അടുത്തേക്ക് നടക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കന്നഡയിലേക്ക് പോയി നോക്കണം. എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ ഫ്ലൈ വീലിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ പിക്കപ്പ് പോയിന്റ്. ഇപ്പോൾ ഹോട്ടലിന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് അവിടെ എത്തും. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയതാണ്. ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈ വീലിൻ്റെ എടുത്താണുള്ളത്, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം 2 പേര് അങ്ങോട്ടേക്ക് കയറി പോകുന്നത് കാണാം. എത്ര ക്ലിയർ ആകുമെന്ന് അറിയില്ല. അത്രയും ഹൈറ്റിലേക്ക് അവർ കയറി പോവുക കേട്ടോ. മുട്ടിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്. അപ്പോൾ പ്രോപ്പർലി മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലത്തായതുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് ഇല്ല. ആ സമയത്തൊക്കെ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലെത്തി വിദ്യാമാരിട്ടോ. അവിടേക്ക് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഈ ഫ്ലൈ വീലിൽ കയറാനുള്ള ടിക്കറ്റ് ഇന്ന് രാത്രിക്കത്തേക്ക് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഒരു സീൻ കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിക്കത്തേക്ക് എടുത്തത്. ഈ പിക്കപ്പ് പോയിന്റിൽ നമ്മളെ കൂടാണ്ട് വേറെ കുറച്ച് ആളുകളുടെയൊക്കെ കാണാം കേട്ടോ. അവരുടെ നമ്മളെ ബസ്സിലേക്കുള്ള ആളുകളാണത്. അപ്പം നമ്മൾ ആ ദൂരെ നിന്ന് വരുന്ന ആ റെഡ് ബസ്സാണ് നമ്മൾ കേട്ടോ. നല്ല സൂപ്പർ ഫെസിലിറ്റിയൊക്കെ ഉള്ള ബസ്സുകളാണ്. പുഷ് ബാക്ക് സീറ്റുകളൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് പിക്കപ്പ് പോയിൻ്റാണ് ഇത്. ഇതിൻ്റെ മുന്നുള്ള സ്പോട്ടിൽ നിന്നൊക്കെ ആളെ എടുത്തിട്ട് ബസ്സിൽ അത്യാവശ്യം ആളുകളുണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറണം. നമുക്ക് സീറ്റ് നമ്പറൊന്നും ഇല്ല. നമ്മൾ ക്യൂവിലാണ്. ക്യൂവിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുക. അപ്പോൾ നമുക്ക് ഗൈഡ് നമ്മളെ ആ ടിക്കറ്റ് തന്നു കേട്ടോ, സ്പേസിലേക്കുള്ള ടിക്കറ്റ്. ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്റർ ഉണ്ട് നാസ സ്പേസ് സെൻറ്ററിലേക്ക്. അപ്പോൾ നല്ല റോഡുകളാണ്, നല്ല വാഹനമാണ്. അപ്പം 75 കിലോമീറ്റർ ഒന്നും വലിയൊരു ദൂരമല്ല ഇവിടെയൊന്നും. അപ്പോൾ നമ്മളെ വണ്ടി നമ്മളെ സ്പോട്ടിൽ നിന്ന് ഇതാ മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താ റോഡല്ലേ! റോഡും സൈഡുകളൊക്കെയാണ് ഏറ്റവും ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. കാട് പിടിച്ച് കിടക്കുന്ന റോഡ് സൈഡ് ഒന്നുമല്ല, വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്രാസൊക്കെ പിടിപ്പിച്ച അടിപൊളി റോഡാണിത്. അപ്പോൾ ആ റോഡിൽ കൂടി നമുക്ക് ഒരു 75 കിലോമീറ്റർ വലിയൊരു ദൂരമായിട്ടൊന്നും തോന്നില്ല. നമ്മളെ ഗൈഡ് കെന്നഡി സ്പേസ് സെൻറ്ററിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒരു മൈക്കൊക്കെ വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് ബാക്കിലുള്ള സീറ്റിലേക്കും വരെ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയാണ് കയറേണ്ടത്, ഏതിലാണ് ആദ്യം കയറേണ്ടതെന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഒരു മാപ്പ് വെച്ചിട്ട് തന്നെ പുള്ളിക്കാറ്റ് വിശദീകരിച്ച് തരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മാപ്പിൽ എല്ലാവർക്കും തരുന്നുണ്ട് മാപ്പ്. ആ മാപ്പിൽ 1, 2, 3 നമ്പർ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് ആദ്യം കയറേണ്ടത് അതിന് നമ്പർ 1 ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രകാരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുവദിച്ച സമയം കൊണ്ട് നമുക്ക് മിക്കവാറും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പുള്ളിക്കാരി ഒരു തമാശക്കാരി കൂടിയാണ്. ഒരു തമാശ രൂപത്തിലാണ് എല്ലാം അവതരിപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ബീച്ച് സൈഡിൽ കൂടിയുള്ള ഈ യാത്ര അതിമനോഹര സുന്ദരമായ യാത്ര കേട്ടോ. ഇവിടെ കാണാം അതിൻ്റെ എക്സ്പാൻഷൻ, ഇതിൻ്റെ വൈഡനിങ് നടക്കുന്നുണ്ട് റോഡിൻ്റെ. അത്യാവശ്യം ഇപ്പോൾ പോകുന്ന റോഡ് തന്നെ 6 വരി പാതയാണ്. അതിൻ്റെ കൂടെയാണ് ഇനിയിപ്പോൾ അഡീഷണലായിട്ട് അവിടേക്ക് ഇനി വീണ്ടും വീതി കൂട്ടുന്നത്. അപ്പോൾ ഒരു പകുതിയിലധികം സമയം നമ്മളിപ്പോൾ യാത്ര ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ കാണാം നമുക്ക് കെന്നഡി സ്പേസ് സെൻറ്റർ വിസിറ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. അത് എവിടെയോ ആണ് കിടക്കുന്നത്, കെന്നഡി സ്പേസ് സെൻറ്റർ. എന്നിട്ടും അതിൻ്റെ മുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ കാണാം നമുക്ക്. ഈ കെന്നഡി സ്പേസ് സെൻറ്ററിലേക്കുള്ള റോഡും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടി കാണുന്ന ഈ ചെറിയ കനാലില്ലേ, അതിൻ്റെ അകത്തൊക്കെ മുതലകളാണെന്ന് പറഞ്ഞത്. മുതലകളെ വളർത്തുന്നതായിരിക്കും, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലായിരിക്കും മുതലകളെ വളർത്തുന്നത്. അവിടെയും കെന്നഡി സ്പേസ് സെൻറ്റർ കഴിഞ്ഞ് ഈ റോഡാണ് നമ്മളെ സ്പേസ് സെൻറ്ററിലേക്കുള്ള റോഡ്. അപ്പോൾ ഇവിടെ വെൽക്കം ബോർഡൊക്കെ കാണാം. നമ്മളിപ്പോൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ വാഹനമൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ കെന്നഡി സ്പേസ് സെൻറ്ററിൻ്റെ അടുത്തുള്ള കേട്ടോ, നാസ അണ്ടറിലുള്ളതാണ്. ഇവിടേക്ക് കയറിയിട്ടേ ഉള്ളൂ. നമ്മൾ പാർക്കിങ്ങിലുള്ളത്. നമ്മൾ ബസ് ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 175 എന്നാണ് നമ്മളെ ബസ്. ഇവിടെയുള്ള കൺസ്ട്രക്ഷനിലൊക്കെ റോക്കറ്റ് മോഡലുകളാണ് ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ട് ഞാനുള്ള സ്പേസ് തീർക്കുന്നില്ല, ഉള്ളിൽ ഒരുപാട് കാണാനുണ്ടാവും. കെന്നഡി സ്പേസ് സെൻറ്ററിൻ്റെ പെർമിസസിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഇവിടുന്ന് ഇനി കുറേ മുന്നോട്ട് പോയാൽ അവിടെയാണ് ടിക്കറ്റ് എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളോട്ട് കയറേണ്ടത്. ഇവിടെ കയറുമ്പോൾ തന്നെ അത് വേറൊരു ആംബിയൻസ് ആട്ടോ.
അടിപൊളി ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു സ്ഥലം, അത്രയും വൃത്തിയായി ചെയ്തിട്ട് അതും നമുക്ക് ടൂർ ഉപയോഗിക്കുന്ന അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഈ ഉള്ളോട്ട് കയറാൻ ഭയങ്കര സെക്യൂരിറ്റി ആണ് കേട്ടോ. നമ്മളുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ടേ ഉള്ളിൽ കയറ്റുള്ളൂ. നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മളിത് വിവിധ വരുന്നത് എൻ്റെത് നേരത്തെ ഞാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എത്തുന്നത് ഈ റോക്കറ്റ് പാർക്കിലേക്കാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും റോക്കറ്റുകളുടെ മോഡലുകൾ, അവർ നേരത്തെ വിട്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ മോഡലുകൾ അവിടെ ഉണ്ട്. നമുക്ക് ഫസ്റ്റിലേക്ക് കയറേണ്ടത് ഈ ഗേറ്റ് വേ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുന്ന സ്ഥലം അതാണ്. Test launches, but a few of them did get a little bit, explodey. This brings up an important distinction between the US and Soviet programs at that time. In the Soviet Union, they did... ജോൺ എഫ് കെന്നഡി സ്പേസ് സെൻറ്ററിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടു. ഒരു മായാ ലോകം തന്നെയാണ് അവിടെ. വളരെ ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വാളുകൾ മൊത്തം LED സ്ക്രീനുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിലെ മെറിറ്റ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ എഫ് കെന്നഡി സ്പേസ് സെൻറ്റർ യഥാർത്ഥത്തിൽ നാസ ലോഞ്ച് ഓപ്പറേഷൻ സെൻറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാസയുടെ 10 ഫീൽഡ് സെൻറ്ററുകളിൽ ഒന്നാണിത്. 1968 ഡിസംബർ മുതൽ മനുഷ്യ ബഹിരാകാശ യാത്ര, ഗവേഷണം, സാങ്കേതിക വിദ്യ എന്നിവയുടെ നാസയുടെ പ്രഥമ വിക്ഷേപണ കേന്ദ്രമാണ് കെന്നഡി സ്പേസ് സെൻറ്റർ. അപ്പോളോ, സ്കൈലാബ്, സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകൾക്കായുള്ള വിക്ഷേപണ പ്രവർത്തനങ്ങളും കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. ഫ്ലോറിഡ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന KSC കോങ്കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനോട് ചേർന്നാണ് ഈ കേപ്പ് സ്പേസ് സെൻറ്ററും സ്ഥിതി ചെയ്യുന്നത്. 80,000 ഏക്കർ സ്ഥലത്താണ് ഈ കെന്നഡി സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ ദൗത്യത്തിനുള്ള പ്രോത്സാഹനത്തിൻ്റെ ആ ഭാഗമായാണ് നാസയ്ക്ക് കെന്നഡി സ്പേസ് സെൻറ്റർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. നാസയുടെ ലോഞ്ച് വിവിധ വെഹിക്കിളുടെ രൂപങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒറിജിനാലിറ്റി വെല്ലുന്ന തരത്തിലുള്ള അടിപൊളി സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അറ്റ്ലാന്റിസ്. പിന്നെ ഇതിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങൾ, സ്പെയർ പാർട്സ് അല്ലെ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവർ നേരത്തെ വിട്ടിരിക്കുന്ന ഒരു വെഹിക്കിളിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു ഏരിയ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റേഴ്സിനായിട്ടുണ്ട് കേട്ടോ. അറ്റ്ലാന്റിസിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊരു ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കിയതാണ്. കാരണം അതിൻ്റെ ഒരു മോഡലാണിത്. ശരിക്കും ഇതൊന്നും വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ വിബിയും കയറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കാനൊക്കെ ആളുകളുടെ തിരക്കാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. അന്ന് ഇവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളും മറ്റ് വാക്കി ടോക്കി ഡ്രസ്സ് അതൊക്കെ കാണാം. ഇതൊരു ലോഞ്ച് വെഹിക്കിളിൻ്റെ എൻജിൻ ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതേമാതിരി ഈ സ്പേസ് യാത്രയിൽ ആ വാഹനത്തിൻ്റെ ഒരു ഇൻസൈഡാണ് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി നുഴഞ്ഞ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ചെറിയൊരു ദൂരമേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയത്. പക്ഷെ കയറി കുടുങ്ങിയെന്ന് പറഞ്ഞ മാതിരി ഒത്തിരി മുന്നോട്ട് പോയിട്ട് അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വേണം വരാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് നടക്കാനായിട്ട് പറ്റിയില്ല. അത്തരം ഒരു ഇടിഞ്ഞ സ്ഥലത്തുകൂടിയാണ്. എന്തായാലും കയറിയ സ്ഥിതിക്ക് തിരിച്ചിറങ്ങണമല്ലോ. അപ്പോൾ കാലിന് വേദനയൊക്കെ എന്നുള്ളവർ ഇതിൻ്റെ അകത്തേക്ക് പരീക്ഷണത്തിന് പോകരുത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇത് കാണുന്നത് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശമുള്ള ഇതിൻ്റെ അകത്തുകൂടി മറ്റൊരു പെൺകുട്ടി നുഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഗേറ്റ് വേ ഡീപ്പ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സ്. നാസയുടെ അടുത്ത ഭീമാകാരമായ കുതിച്ചുചാട്ടം ഇവിടുന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ നമുക്കൊരവസരമുണ്ട്. ഇവിടെയുള്ളൊരു ലോഞ്ചിൽ ഒരു സ്പേസ് ഷട്ടിലിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് ഈ ഒരു ഷോയിൽ കിട്ടും. അത് നമുക്ക് ഗേറ്റ് വേയിലാണുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ഇരുടെ റൂമിൽ നിന്നാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇവിടെയും വലിയ വിപുലമായ ഒരു സുവനീർ ഷോപ്പുണ്ട് കേട്ടോ. മിക്കവാറും ആ സ്ഥലത്തിന് യോജിച്ച മാതിരി സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. കിച്ചനും അത്ര ലോളുകളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ആവശ്യക്കാർക്ക് അതൊക്കെ വാങ്ങുകയും ചെയ്യാം.
അതൊരു ഓർമ്മയ്ക്ക് അത് നല്ലതാണ്. നമ്മളൊരു സ്ഥലത്ത് കെന്നഡി സ്പേസ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഒരു ബസ് ടൂറാണ് കേട്ടോ. അത് നമ്മളെ ബസ്സല്ല, കെന്നഡി സ്പേസ് സെൻറ്ററിൽ തന്നെ ഷട്ടിൽ ബസ്സുകളുണ്ട്, അതിലാണ് നമുക്ക് പോകേണ്ടത്. ആ ബസ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പോയി കഴിഞ്ഞിട്ട് അതൊരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവരുടെ ലോഞ്ചിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ആ യാത്ര. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായ വഴി കൂടി നാസാന്ന് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും. മാർസ് എക്സ്പ്ലോറേഷൻ ഇതാണ് നാസയുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള എല്ലാ കെട്ടിടങ്ങളും നാസയായിട്ട് ബന്ധപ്പെട്ടാട്ടോ. ഇവിടെ ഇത് വലിയൊരു സോളാർ പാടം കാണാം നമുക്ക്. ഇത് നാസയ്ക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാടമാണ്. 74.5 മെഗാവാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും ഈ ഒരു സോളാർ പവർ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇത് നിറഞ്ഞെടുക്കുന്നത്. ഇത് ശരിക്കും ഇവരുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഒന്നുമല്ല. ഇത് കാലിഫോർണിയയിലുണ്ട്. ഇതിൽ കൂടുതൽ വലിയൊരു പ്ലാന്റ് കാലിഫോർണിയയിലാണ്, ലോസ് ആഞ്ചലസ്. നാസയായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത യാതൊരു കൺസ്ട്രക്ഷനും ഈ ഏരിയയിലില്ല കേട്ടോ. ഈ മെറിറ്റ് ഐലൻഡ് മൊത്തമായിട്ട് തന്നെ നാസയുടെ കസ്റ്റഡിയിലാണ്. ഈ ഒരു കേന്ദ്രത്തിൽ സ്പേസും അതിൻ്റെ ലോഞ്ചിങ്ങുമായിട്ട് പെട്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷോ ഉണ്ട് ശരിക്കും. ഈ ലോഞ്ച് വെഹിക്കിളിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ട് വിജയത്തിലെത്തിയ കഥകളാണ് ഇതിൽ പറയാനുള്ളത്. ഒത്തിരി പ്രാവശ്യം പരാജയപ്പെട്ട ലോഞ്ചിങ്ങും അതിനുശേഷം വിജയത്തിലെത്തിയതും ഒക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂൺ കീഴടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതായാലും കീഴടക്കി. 1969 ജൂലൈ 16 അപ്പോളോ ലോഞ്ചിൽ നമ്മളെ നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ ഇങ്ങനെ 3 ആള് ചന്ദ്രൻ കീഴടക്കിയ കഥയൂടി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ലോഞ്ച് വെഹിക്കിളിൻ്റെ പല ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിശദമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ ഒത്തിരി നേരം കറങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിത് ചിത്രം കണ്ട് പോരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ശരിക്കും ആ ലോഞ്ചിൻ്റെ ആ വെഹിക്കിളിൻ്റെയൊക്കെ ചെറിയ മിനിച്ചർ മോഡലുകളൊക്കെ തന്നെ ഇവിടെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കാലുകുത്തിയൻ്റെ ചെറിയൊരു മോഡൽ ഇതവിടെ കാണിച്ചിരിക്കുന്നത്. കാൽപാദം പതിഞ്ഞത്, അമേരിക്കയുടെ കൊടി നാട്ടിയത് എല്ലാം വളരെ വിശദമായിട്ട് തന്നെ അവിടെ ഉണ്ട്. ബനാന റിവറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു ഏരിയയിൽ സ്നേക്കുകളെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ അവിടെ കാണാം. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ മെറിറ്റ് ഐലൻഡിലുള്ള നമ്മളുടെ ലോഞ്ചിങ് ഏരിയ. അവിടെ കാണാം. അതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ അവിടെ നമുക്ക് കാണാം. അപ്പം ആ ഒരു ഏരിയയിൽ കുറേ കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസം ഇല്ലാത്തൊരു ഏരിയ ആണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാട്ടോ. നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ വന്ന വണ്ടികളൊന്നും ആയിരിക്കില്ല. വണ്ടികൾ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമുക്ക് കയറാം. അങ്ങനെ കയറി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മളെ വണ്ടി ഉള്ളത് ആ സ്പേസ് സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ല ഒരു ബിൽഡിങ്, 2 സ്ട്രെയിറ്റ് ആയിട്ട് 2 ഷട്ടർ കാണില്ലേ? ആ ഷട്ടർ ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ലോഞ്ച് വെഹിക്കിൾ അസംബിൾ ചെയ്യുന്ന യൂണിറ്റാണ് അത്. അപ്പോൾ അവിടുന്ന് ആ അസംബിൾ ചെയ്തത് അതേമാതിരി കുത്തനെ പുറത്തേക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഒരു ഷട്ടർ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടുന്നാണ് ഇത് ലോഞ്ചിങ് സൈറ്റിലേക്ക് വെഹിക്കിൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കോങ്കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ. സമയം ഇനിയും കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഷോകളൊക്കെ പലതും ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നാസയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ കാണാം. ഞാനും അതിൻ്റെ മുന്നിൽ നിന്ന് പോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ കയറി. അത് കയറാനും കൂടിയുള്ള സമയം ഉണ്ടായിരുന്നു. ഇത് ഡിസംബർ 11, 2022 ആർട്ടമിസ് 1 പറഞ്ഞ സ്പേസിൻ്റെ ആ കാര്യങ്ങളാണ് അവിടെ വിശദീകരിച്ചത്. അപ്പോൾ നമ്മളുടെ സമയം പൂർണ്ണമായി. നമ്മൾ ഇവിടുത്തെ യാത്ര തിരിക്കുകയാണ്.